ഫലസ്തീൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ രാവായിരിക്കാം ഇത്. നടന്ന കാര്യങ്ങൾ ചുരുക്കി വിശദീകരിക്കാൻ ശ്രമിക്കാം. ട്രംപ് നെതന്യാഹുവിനെ കൊണ്ട് സ്വീകരിക്കും. പടിപടിയായി ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറും. 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് ബാക്കിയുള്ള ബന്ദികളെ വിട്ടയച്ചാൽ ആണ് ഇത് സാധ്യമാകുക. ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ പണി തീർക്കാൻ ഇസ്രയേലിനെ അനുവദിക്കും. ഹമാസിനോട് അറബ് മുസ്ലിം രാജ്യങ്ങൾ സംസാരിക്കും. ഗാസയിലുള്ള ബന്ദികളെ വിട്ടയച്ചാൽ ഇസ്രായേലിലുള്ള 250 ജീവപര്യന്തം വിധിച്ച ഫലസ്തീനി ബന്ദികളെ ഇസ്രായേലും വിട്ടയക്കും. ഒക്ടോബർ 7-ന് ശേഷം ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയ 1700 സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന ബന്ദികളെയും വിട്ടയക്കും. ബന്ദികളുടെ അവശിഷ്ടങ്ങൾ കൂടി വിട്ടയക്കുന്ന മുറയ്ക്ക് 15 ഫലസ്തീനികളുടെ ശരീരങ്ങളും ഇസ്രായേൽ തിരിച്ചു നൽകും. എല്ലാ ബന്ദികളെയും വിട്ടയച്ച ശേഷം താൽപ്പര്യമുള്ള ഹമാസ് അംഗങ്ങൾക്ക് ഗാസ വിടാൻ അവസരമൊരുക്കും. ഗാസ താൽക്കാലികമായി ട്രംപിന്റെയും ടോണി ബ്ലെയറിന്റെയും നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് ഓഫ് പീസായിരിക്കും ഭരിക്കുക. ഗാസയുടെ പുനർനിർമ്മാണവും മറ്റും പൂർത്തിയായ ശേഷം പലസ്തീൻ അതോറിറ്റിക്ക് ഗാസ കൈമാറും. അമേരിക്കയും അറബ് രാജ്യങ്ങളും മറ്റ് ലോകരാജ്യങ്ങളും ചേർന്ന് ഒരു ഇന്റർനാഷണൽ സ്റ്റേബിലൈസേഷൻ ഫോഴ്സ് ISF-ന് രൂപം നൽകും. IDF പിന്മാറുന്ന മുറയ്ക്ക് ISF ഗാസയിൽ വിന്യസിക്കപ്പെടും. ISF ഗാസയിൽ ഒരു പലസ്തീൻ പോലീസിന് രൂപം നൽകും. ഇസ്രായേലും ഈജിപ്തുമായി ചേർന്ന് അതിർത്തികൾ പരിപാലിക്കും. കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ടുപോയാൽ അതവസാനം ഒരു ഫലസ്തീൻ രാഷ്ട്രരൂപകരണത്തിലേക്ക് നയിച്ചേക്കാം. ഗുണങ്ങൾ: വംശഹത്യയ്ക്ക് താൽക്കാലിക വിരാമം ഉണ്ടായേക്കാം. ഇസ്രയേൽ മുൻകാലങ്ങളിലെ പോലെ കരാർ ലംഘനം നടത്തിയില്ലെങ്കിൽ അതവസാനം ഫലസ്തീൻ എന്ന സ്വപ്നത്തിലേക്ക് വരെ എത്തിയേക്കാം. പ്രശ്നങ്ങൾ: പ്രധാന കക്ഷിയായ ഹമാസ് ഇത് അംഗീകരിക്കുമോ? അവരുടെ നിലപാട് എന്താണ് എന്നൊന്നും അറിയില്ല. ഇസ്രായേലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അമേരിക്കക്കാണ് ഇപ്പോൾ പ്രധാനമായും ഗാസയുടെ ചുമതല. ഗാസയെ ടൂറിസ്റ്റ് ഹബ്ബാക്കാമെന്ന് പറഞ്ഞ ട്രംപാണ് ചെയർമാൻ. ഇറാഖ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ടോണി ബ്ലെയറാണ് സമാധാന കമ്മിറ്റി നേതാവ്. എത്രത്തോളം തീവ്രജൂത ലോബിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഫലസ്തീനികൾക്ക് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്കെത്തും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. എല്ലാം നല്ലപോലെ നടന്നാലും കരാർ ലംഘനങ്ങളുടെ മാത്രം ചരിത്രമാണ് ഇസ്രായേലിന് പറയാനുള്ളത്. നന്മ പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ, ഇൻഷാ അല്ലാഹ്.